നമസ്കാരം. NCP അധ്യക്ഷൻ ശരത് പവാറിനെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. 1978 മുതൽ മഹാരാഷ്ട്രയിൽ വഞ്ചനയുടെ രാഷ്ട്രീയമാണ് ശരത് പവാർ കളിച്ചതെന്ന് അമിത് ഷാ പറഞ്ഞു. എന്നാൽ സ്ഥിരതയുള്ള സർക്കാർ സ്ഥാപിക്കാനുള്ള BJPയുടെ ദൃഢനിശ്ചയവും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ വൻ വിജയവും അത് അവസാനിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ രാജവംശത്തിന്റെയും വഞ്ചനയുടെയും രാഷ്ട്രീയം തള്ളിക്കളഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പവാറിനും ഉദ്ധവ് താക്കറെയ്ക്കും തങ്ങളുടെ സ്ഥാനം കാണിച്ചു കൊടുത്തുവെന്ന് അമിത് ഷാ പറഞ്ഞു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP, NCP, ശിവസേന എന്നീ കക്ഷികൾ ഉൾപ്പെട്ട മഹായുതി സഖ്യം സംസ്ഥാനത്തെ 288 സീറ്റുകളിൽ 230ലും വിജയിച്ചിരുന്നു. 1978 തുടങ്ങിയ മഹാരാഷ്ട്രയിലെ അസ്ഥിരതയുടെ രാഷ്ട്രീയവും ഈ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചു എന്ന് അമിത് ഷാ ചൂണ്ടിക്കാട്ടി. ശരത് പവാർ മുഖ്യമന്ത്രി പദവും നിരവധി സഹകരണ സ്ഥാപനങ്ങളുടെ തലവനും കേന്ദ്ര കൃഷിമന്ത്രിയുമായിരുന്നെങ്കിലും കർഷക ആത്മഹത്യ തടയാൻ സാധിച്ചില്ലെന്നും ഷാ പറഞ്ഞു. കർഷക ആത്മഹത്യ തടയാൻ BJPക്ക് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയുടെ പുരോഗതിയില്ലാത്ത ഇന്ത്യയുടെ വികസനം സാധ്യമല്ലെന്നും സംസ്ഥാനത്തെ BJP നേതൃത്വത്തിലുള്ള സർക്കാർ അത് നിറവേറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പാർട്ടിയുടെ വൻ വിജയത്തിന്റെ യഥാർത്ഥ ശില്പികൾ BJP പ്രവർത്തകരാണെന്ന് അമിത് ഷാ അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ പാർട്ടിയുടെ വിജയത്തിന് കാരണം നിങ്ങളാണ്. BJPയെ വീണ്ടും ഒറ്റിക്കൊടുക്കാൻ ആരും ധൈര്യപ്പെടാതിരിക്കാൻ നിങ്ങൾ BJPയെ അജയ്യമാക്കണം. ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും സ്ത്രീകളെയും കർഷകരെയും ഒപ്പം കൂട്ടാനും BJP പ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. 550 വർഷങ്ങൾക്ക് ശേഷം രാംലല്ല ഒരു കൂടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള BJP ഉറപ്പാക്കി. ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും തീവ്രവാദം അവസാനിപ്പിക്കുകയും ചെയ്തു. 2026 മാർച്ച് 31-നകം നക്സലിസം തുടച്ചു നീക്കുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. ഡൽഹി, പശ്ചിമ ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കോൺഗ്രസും സഖ്യകക്ഷികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ബ്ലോക്കിന്റെ പതനം ആരംഭിച്ചതായും അമിത് ഷാ പരിഹസിച്ചു. അടുത്ത മാസം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.